السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين. أما بعد، فإن خير الكلام كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സാദാത്തുക്കളെ, ബഹുമാനരായ പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സ്നേഹിതന്മാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യം തീർച്ചയായും ഇനിയില്ല എന്ന് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുകയാണ്. മൂത്തയിടത്ത് ഒരു പരിപാടി കഴിഞ്ഞു. ഇവിടെ ഒന്ന് കയറണം എന്ന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന റഷീദ് മുസ്ലിയാർ, അതായത് അദ്ദേഹം എന്റെ ഏറ്റവും ബഹുമാനിക്കുന്ന മുഹീദ്ദീൻ മുസ്ലിയാരുടെ അണ്ടവണ മുഹീദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദും അദ്ദേഹത്തിന്റെ മരുമകനാണ്. ആ നിലയ്ക്ക് എനിക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരാളാണ്. അപ്പൊ ഇവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോ പോകുന്ന വഴിക്കൊന്ന് കയറി മുഖം കാണിക്കാമെന്ന് കരുതി. പക്ഷെ അത്യാവശ്യമായതിനാൽ ഉടനും മുഖത്തിന്റെ കൂടെ ഉണ്ടായി എന്ന് മാത്രം. ഒരു പ്രത്യേകമായി ഒരു വിഷയവും ഇവിടെ പറയേണ്ടതില്ല. നാം നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ വാർഷികം ആഘോഷിക്കുകയാണ്. അത് നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ ദീനിന്റെ ഭാഗമാണ് സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാർഷികം ആഘോഷിക്കുക എന്നുള്ളത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാർ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുകൂറ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് നമുക്കറിയാം. രാവും പകലും അല്ലാഹു തആല മാറി മാറി വരുത്തുകയാണ്. ഒരു പകല് ഒരു രാത്രി, ഇങ്ങനെ രാവും പകലും അഥവാ പ്രകൃതി മാറി മാറി വരുന്നു, അല്ലാഹു വരുത്തുന്നു. ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ചിന്തിക്കാനും നന്ദി രേഖപ്പെടുത്താനും ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറി മാറി ഓരോ വർഷവും വരുന്നു, ഓരോ മാസവും വരുന്നു, ഓരോ വാരവും വരുന്നു. ഇതെല്ലാം ചിന്തിക്കാനാണ്, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്താനാണ്, പോയ കാലത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എന്നൊക്കെ ഇവിടെ അല്ലാഹു തആല പറയുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ വാർഷികങ്ങളെല്ലാം അനിവാര്യമാണ്. അതിനാണ് അല്ലാഹു തആല കാലങ്ങൾ ഇങ്ങനെ മാറ്റി 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 ഓരോ വർഷവും ആവർത്തിച്ചു വരുന്നത്. നമുക്ക് വേദനിക്കാവുന്ന പ്രശ്നങ്ങളുണ്ടാവും, അപ്പോഴും അങ്ങനെ തന്നെ വേണം, അതും സ്മരിക്കേണ്ടതുണ്ട്. പടച്ചവനോട് ഇനി അങ്ങനെ ഒരു വേദന ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഉഹദ് യുദ്ധം കഴിഞ്ഞ് പോരുമ്പോൾ
അവസാനമായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംസ്കരിച്ച ആ സ്ഥലത്ത് ഒന്ന് സന്ദർശിച്ചു. പ്രത്യേകമായി അവിടെ ഒന്ന് സന്ദർശിച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് വേദനാജനകമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ശത്രു വെട്ടാൻ വാൾ ഉയർത്തിയപ്പോൾ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് അപ്പുറത്താണ്. എന്നാൽ ആ വാള് അദ്ദേഹം വെട്ടി അതേ സെക്കൻഡിനുള്ളിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചാടി ആ വെട്ട് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനാണ് കൊണ്ടത്. റസൂലുള്ളാഹിയെ പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം ഷഹീദായ അദ്ദേഹത്തെ അവിടെ സംസ്കരിച്ചു. നബിയും സഹാബാക്കളും പോരുമ്പോൾ പ്രത്യേകിച്ച് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഖബറിടത്തിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹി അലൈഹി തുടങ്ങിയ ആയത്തോതി വിശ്വാസികളിൽ ചില ആൺകുട്ടികളുണ്ട്, ഒന്നിനും ഭയപ്പെടാത്തവർ. അല്ലാഹുമായുള്ള കരാർ അവർ പൂർണ്ണമായി പാലിച്ചിരിക്കുന്നു. അല്ലാഹുവിന് വേണ്ടി ശരീരം ദാനം ചെയ്ത അവർ, അങ്ങനെ വാഗ്ദാനം ചെയ്ത അവർ ശരിക്കും അത് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ആൺകുട്ടികൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന, എന്ന് ഉദ്ഘോഷിക്കുന്ന ആ സൂക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഓതിയത്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ വർഷവും തികയുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കണം, എല്ലാവരും ഇവിടെ സന്ദർശിച്ചിരിക്കണം. അല്ലാ റസിക്കുല്ലി സന, ഓരോ വർഷത്തിന്റെയും മാറ്റത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സംഭവത്തിന്റെ ഓരോ സംഭവം മുതൽക്ക് ഓരോ വർഷം തികയുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കണം, സിയാറത്ത് ചെയ്തിരിക്കണം. ഖുർആന്റെ വ്യാഖ്യാതാക്കൾ ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وذكرهم بأيام الله. അള്ളാഹുവിന്റെ ദിവസങ്ങൾ ജനങ്ങൾക്ക് അനുസ്മരിപ്പിക്കുക, ആ ദിവസങ്ങളിൽ അനുസ്മരിപ്പിക്കുക. വദക്കിർഹും അയ്യാമല്ലാ എന്നല്ല, വദക്കിർഹും ബി അയ്യാമില്ല. അള്ളാഹുവിന്റെ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് അനുസ്മരിപ്പിക്കുക. നമുക്ക് ഓർക്കേണ്ട ദിവസങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ നമുക്ക് ദുഃഖം വന്ന ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ക്ഷമിക്കുന്നവർക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നവർക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട്. ക്ഷമിക്കേണ്ടി വരുന്നത് പ്രയാസങ്ങളുണ്ടായ ദിവസങ്ങളുടെ കാര്യത്തിലാണ്, നന്ദി രേഖപ്പെടുത്തേണ്ടത് സന്തോഷമുണ്ടായ ദിവസങ്ങളുടെ കാര്യത്തിലാണ്. ഇങ്ങനെ സന്തോഷമായാലും സന്താപമായാലും നാം ഓർക്കേണ്ടതുണ്ട്, നാം അത് വാർഷികമായി അത് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു തആല പറയുമ്പോൾ, പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെതായ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായും നാം അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു, അതിന്റെ വാർഷികങ്ങളെല്ലാം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ടാണ് ഇന്നും ലോകം ഇസ്ലാം മതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ഓസ്ട്രേലിയയും ഒക്കെ നാം ഇന്നൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, ഇന്ന് കണ്ണോടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു ബട്ടൺ അമർത്തിയാൽ ഈ രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങളെല്ലാം, പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യൂറോപ്പും ഓസ്ട്രേലിയയും അമേരിക്കയും എല്ലാം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഓരോ ദിവസവും ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചില ഭാഗങ്ങളിൽ ഇസ്ലാമത്തിന്റെ പേരിൽ പല വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നവരുണ്ടായിരിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ മുസ്ലിമീങ്ങളെ തന്നെ ചൂണ്ടി കാണിക്കാനും സാധിക്കും. പക്ഷേ അതെല്ലാം ഒരു ഭാഗത്തുണ്ട് എങ്കിൽ തന്നെ ഇസ്ലാം മതത്തിന്റെ വിദ്യാഭ്യാസപരമായ, ചിന്താപരമായ
പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകം ഇന്ന് ഇസ്ലാം മതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്രയോ വലുതാണ്. വിദ്യാഭ്യാസപരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് വളരെ വലുതാണ്. നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയുകയുണ്ടായി, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. ഈ ഖുർആൻ ലോകപരിപാലകനായ അല്ലാഹുവിന്റെ അവതരണമാണ്. നസല ബിഹി റൂഹുൽ അമീൻ, പരിശുദ്ധാത്മാവായ ജിബ്രീൽ അതുമായി അവതരിച്ചത് അലാ ഖൽബിക്, താങ്കളുടെ ഹൃദയത്തിലാണ് എന്ന് പറയുന്നു. ഹൃദയത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ. ലോകം ഇന്ന് ഹൃദയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാതല്ല കേൾക്കുന്നത്, കണ്ണല്ല കാണുന്നത്, ഹൃദയമാണ് കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, റസൂലുള്ളാഹിന്റെ കാതിലൂടെ റസൂലുള്ള കേട്ടു എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലാണ് നേരെ ജിബ്രീൽ അവതരിച്ചിരിക്കുന്നത്. ഒരു എയർപോർട്ടിൽ വിമാനം അവതരിക്കുന്നത് പോലെ എന്ന് പറയാവുന്ന ശൈലിയിലാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, താങ്കളുടെ ഹൃദയത്തിൽ അവതരിച്ചു എന്ന്. ഹൃദയമാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത്. അതിലാണ് ജിബ്രീൽ അവതരിക്കുന്നത്. നമുക്കറിയാം, ആധുനിക ലോകത്തെ മുഴുവൻ ശ്രദ്ധ തിരിച്ചുവിട്ട, ലോകത്തെ ഈ ഒരു അത്യന്താധുനിക പണ്ഡിതൻ എന്ന് പറയാവുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിംഗ്, നെറ്റിലടിച്ചു നോക്കൂ, കാണാം. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ചിന്തകൻ. അദ്ദേഹത്തിന് കണ്ണില്ല, കാതില്ല, സ്പർശനശേഷിയില്ല. അദ്ദേഹം ഹൃദയം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. നേരെ കമ്പ്യൂട്ടറുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധം. ബഹിരാകാശ യാത്ര ഇതേ നിലയ്ക്ക് തന്നെ അദ്ദേഹം നടത്തി. ലോകത്തിന് മുമ്പിൽ അത്ഭുതമാണ് അദ്ദേഹം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇന്ന് ലോക ചിന്തകന്മാരും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും അതുമായാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ രഹസ്യങ്ങൾ, കണ്ണും കാതും ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഗോളശാസ്ത്രപരമായി അദ്ദേഹം വളരെ 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 വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു. അദ്ദേഹം ഗോളയാത്ര നടത്തി. ഹൃദയം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അദ്ദേഹം നടത്തുന്ന തീസിസുകളെല്ലാം നേരെ ഹൃദയത്തിൽ നിന്നാണ് പോകുന്നത്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചു. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, താങ്കളുടെ ഹൃദയത്തിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ ലോകത്ത് എന്ന് വേണ്ട ഈ അടുത്ത ലോകത്ത് വരെ അതിന്റെ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്നിതാ സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിന് മുമ്പാകെ അതിന്റെ ചെറിയ ഒരു ഉദാഹരണം തെളിയിച്ചു. പക്ഷെ അത് അദ്ദേഹം സാധാരണഗതിയിൽ പഠിച്ച് ഒരു സാധാരണക്കാരന് ഏറ്റുമേറാവുന്ന അവസ്ഥയിൽ എത്തിയെന്ന് മാത്രം. പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാത്മാക്കൾക്ക് അള്ളാഹു തആല ആ അസാധാരണ രൂപത്തിൽ തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഹൃദയം അഥവാ പ്രവാചകന്മാരുടെ ഹൃദയം, അവരെ അനുഗമിക്കുന്ന ഔലിയാക്കൾക്കും അതിൻ്റെതായ പവർ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. മഹാത്മാക്കളായ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ അത് മുഅ്ജിസത്ത് എന്ന പേരാണെങ്കിൽ, പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ ഇവിടെ ഔലിയാക്കൾക്ക് ലഭിക്കുന്നതിന് കറാമത്ത് എന്ന് പറയും. സംഗതി രണ്ടും ഒന്നാണ്. പ്രവാചകന്മാരുടെ ഹൃദയത്തിന്റെ മഹത്വം
ആ തുടർച്ചയിൽ മഹാന്മാരായ ഔലിയാക്കൾക്ക് ലഭിക്കുന്നു. വകുല്ലു വലില്ലഹു ഖൽബും വൈനി അലാ ഖൽബിൽ മുഹമ്മദി ദിസ്സനായി. മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞു നമുക്കറിയാമല്ലോ, വകുല്ലു വലില്ലഹു ഖൽബുൻ. ഓരോ വലിക്കും ഓരോ മഹാത്മാവിനും ഒരു ഹൃദയമുണ്ട്. വളരെയേറെ മഹത്വമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന്മേലാണ് ഞാൻ. ആ ഹൃദയവുമായാണ് എനിക്ക് ബന്ധമുള്ളത്. എല്ലാ ഔലിയാക്കൾക്കുമുണ്ട്. അത് നബിയുടെ ആ പ്രവാചകന്റെ തുടർച്ചയിലാണ് ലഭിക്കുന്നത്. ആ തുടർച്ചയില്ലെങ്കിൽ അവർക്കത് ലഭ്യമല്ല. പക്ഷെ അത് ലഭ്യമായി കഴിഞ്ഞാൽ പ്രവാചകന്മാർ കാണുന്നത് അവർ കാണും, കേൾക്കുന്നത് കേൾക്കും, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യും. എല്ലാം ഖൽബിയായ ബന്ധമാണ്. അലം നശ്റഹ് ലക സദ്റക, നബിയെ താങ്കളുടെ ഹൃദയം താങ്കൾക്ക് ഞാൻ വിശാലമാക്കിയില്ലേ എന്ന് അല്ലാഹു തആല ചോദിച്ചെങ്കിൽ അത് ഈ ഖൽബിയായ ശാക്തീകരണമാണ്. ലോകത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെടാനും ആർക്ക് നിർദ്ദേശം നൽകാനും എന്തിനും അവിടുത്തെ ഖൽബിയായ ശക്തി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഖൽബിന്റെ പ്രസരണശേഷി വർദ്ധിപ്പിക്കലാണ് ഹൃദയം ശറഹ് ചെയ്യുക, വിശാലമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് അതിന്റെ പ്രസരണശേഷി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നേരത്തെ 100 ആളായിരിക്കും, അത് 1000 ആളാവുമ്പോൾ അതിനനുസരിച്ച് വർദ്ധിപ്പിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജനങ്ങളുമായി നബിക്ക് ബന്ധമുണ്ട്. എല്ലാ കാലത്തും നബിയുടെ പ്രവൃത്തിയുണ്ട്. എല്ലാ നബി കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞില്ലേ, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണകരമാണ്. സുമ്മ ഇദാ നമിതു, ഞാൻ മരിച്ചാൽ ഫമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടും. നിങ്ങളിൽ വല്ല നല്ല കാര്യവും സംഭവിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറയും. ഇങ്ങനെ സദാസമയം നിങ്ങളെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ആ ഹൃദയത്തിന്റെ ശക്തി വിശേഷമാണ്. ആ ശക്തി ഔലിയാക്കന്മാർക്കും അല്ലാഹു തആല നൽകുന്നു. അതേ ശക്തിയാണ് വാസ്തവത്തിൽ ചന്ദ്രനെ 2ആക്കി പിളർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം ബൂസീരി പറഞ്ഞില്ലേ, അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. എന്താ ഇമാം ബൂസൂരി പറഞ്ഞത്? അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി, 2ആയി പിളർന്ന ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ചന്ദ്രന്റെ പടച്ചവനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് സത്യം? ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബ, ആ ചന്ദ്രനിലേക്ക് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്നൊരു ബന്ധമുണ്ട്, ഒരു നെറ്റ്വർക്ക് സംവിധാനമുണ്ട്. റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന് ആ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ 2ആയി പിളരാൻ വിരൽ ചൂണ്ടിയപ്പോൾ ബട്ടൺ അമർത്തി 2ആയി പിളർന്നു. അത് നെറ്റ്വർക്ക് സംവിധാനമാണ്. മഹാത്മാക്കളുടെ ഹൃദയത്തിന് ഈ ലോകവുമായുള്ള ബന്ധം, അവരുടെ വിരൽ തുമ്പുകൊണ്ട് ലോകം നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെയാണ് ചന്ദ്രൻ 2ആയി പിളർന്നത്. ഇത് പ്രവാചകന് ലഭിച്ചെങ്കിൽ ആ പ്രവാചകന്റെ തുടർച്ചയിൽ നമുക്കറിയാം, മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു തുണ്ട് കടലാസിൽ ഒരു എഴുത്ത് ഈജിപ്തിലെ നൈൽ നദിയിലേക്ക് കൊണ്ടുപോയി എറിയാൻ കൽപ്പിച്ചു. നൈൽ നദി വെള്ളം താഴോട്ട് ഉറവായിട്ട് താഴോട്ട് പോവുകയായിരുന്നു. അത് മേൽഭാഗത്തേക്ക് വന്ന് കൃഷിക്കും മറ്റും ഉപയുക്തമായി സംഭവിച്ചിരുന്നില്ല. ജനങ്ങൾ ആക്ഷേപം പറഞ്ഞപ്പോൾ ഒരു ഉറുക്ക്, ആ ഉറുക്കിൽ പറയുന്നത് നൈൽ നദി നീ മുമ്പത്തെ പോലെ നന്നായി പ്രവർത്തിക്കണമെന്നാണ്. ആ ഉറുക്ക്
അല്പവും ചെയ്തില്ല അവർ പോര്, അത്ഭുതം തീർത്തുള്ളൊരു നേതാവ് ഖാത്തിം എന്റെ മാർഗമാണ്, ഞാനാണ് ഇതിന്റെ സിലബസ് നൽകിയിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ പ്രവാചകന്മാരോട്, നിങ്ങളിൽ എല്ലാവർക്കും ജീവിത രീതിയുണ്ട്, രീതിശാസ്ത്രമുണ്ട്, നിങ്ങളുടെ സിലബസ് ഉണ്ട്. വലിക്കുല്ലി വാഹിദിയും തരീഖും മിൻ തുറുഖ് എന്ന് ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് അമ്പിയാക്കളുടെ തുടർച്ചയിൽ അവരുടെ സിലബസ് ഇവർക്കുണ്ട്. ഇതാണല്ലോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവോട് നാം നമ്മുടെ കുതുബിയത്തിൽ പറയുന്നത്, ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാക്കുഹു വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. ബസ്സിർ ഫുആദി, അവിടുന്ന് എന്റെ ഹൃദയത്തിന് കാണിച്ചു തരണം, സിറാത്തൻ അൻത മാലികുഹു, താങ്കൾ ഉടമസ്ഥനായിട്ടുള്ള മാർഗം കാണിച്ചു തരണം, ആ മാർഗത്തിലേക്ക് എന്റെ ഹൃദയത്തെ കാണിക്കണം. താങ്കൾ പ്രവേശിച്ച മാർഗം, അത് അള്ളാഹു താങ്കൾക്ക് തന്നു, താങ്കൾ അതിന്റെ ഉടമസ്ഥനാണ്. എന്താ ഉടമസ്ഥൻ? ചില ആളുകൾ ചോദിക്കും, ഇസ്ലാം ദീനിൽ മൊയ്തീൻ ശൈഖിന് എന്ത് ഉടമസ്ഥതയുള്ളത്? മൊയ്തീൻ ശൈഖിൽ ഇസ്ലാമല്ലേ വാങ്ങണത്, പിന്നെ അവിടെ എന്ത് ഉടമസ്ഥതയുള്ളത്? അത് കുതുബിയത്തിലെ പല തെറ്റുകളിൽ ഒരു തെറ്റാണ് എന്ന് പറയും. താങ്കൾ പ്രവേശിച്ച മാർഗത്തിലേക്ക് എന്റെ ഹൃദയത്തെ നയിക്കണം. അല്ലാഹു അഅതാകഹു, ആ മാർഗം താങ്കൾക്ക് അല്ലാഹു നൽകി, ഫഅൻത മാലികു, താങ്കൾ ഉടമസ്ഥനാണ്. അപ്പൊ ഇസ്ലാം ദീന്റെ ഉടമസ്ഥനാണോ മുഹീദ്ദീൻ ശൈഖ്? ഇതെന്ത് കുതുബിയത്താ? ഇതെന്ത് ഇസ്ലാമാ? അങ്ങനെ ഇസ്ലാമിൽ ആർക്കെങ്കിലും വല്ല ഉടമസ്ഥാവകാശമുണ്ടോ? പ്രവാചകന്മാർക്കുണ്ടോ? എങ്ങനെയാണ് ഈ ഉടമസ്ഥാവകാശം? പക്ഷേ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളുണ്ട്. അറേബ്യൻ ലോകത്തും അനറബ് ലോകത്തുമൊക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ, ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന, അടിസ്ഥാനപരമായ ഖുർആൻ ഹദീസും ബന്ധപ്പെട്ടതും പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ചില സിലബസ് ഉണ്ട്. ആ സിലബസ്, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സിലബസ് അതിൻ്റെത് തന്നെയാണ്. അത് വേറൊരു യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്താൽ കേസാണ്, പേറ്റന്റ് നിയമം ബാധകാവും. അപ്പൊ പഠിപ്പിക്കുന്നത് ഖുർആനും ഹദീസും ശാസ്ത്രവും ഒക്കെ തന്നെ. പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഓരോ കോളേജിനും സിലബസ് ഉണ്ടായിരിക്കും. കോളേജുകളെല്ലാം ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതുപോലെ ഔലിയാക്കളിൽ ഓരോരുത്തർക്കും അവരുടെ മാർഗമുണ്ട്. റിഫായി ശൈഖിന് തന്റെ സിലബസ് ഉണ്ട്, മുഹീദ്ദീൻ ശൈഖിന് തന്റെ സിലബസ് ഉണ്ട്, അതുപോലെ ജുനൈദുൽ ബഗ്ദാദിക്ക് തന്റെ സിലബസ് ഉണ്ട്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ വലികുല്ലി വാഹിദിയും തരീഖും മിൻ തുറുഖ് യഖ്താറുഹു, അവരിൽ ഓരോരുത്തർക്കും സിലബസ് ഉണ്ട്, ആ സിലബസ് അവർ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഇവിടെ സംഭവം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ തുടർച്ചയിൽ, മുർസലീങ്ങളുടെ തുടർച്ചയിൽ മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ അവരെ പോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കഅബയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു. ആരൊക്കെ ക്ഷണിക്കണം? കഅബയിലേക്ക് ഖിയാമത്ത് നാൾ വരെ ഹജ്ജിന് വരാൻ ഉദ്ദേശിക്കുന്ന വരുന്നവരെയൊക്കെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പടച്ചവനെ, എങ്ങനെ ഞാൻ അവരെ കേൾപ്പിക്കും? അല്ലാഹു പറഞ്ഞു, ആ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല, താങ്കൾ വിളിച്ചോളൂ, കേൾപ്പിക്കുന്നവൻ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതം വിളിക്കുക. അദ്ദേഹം അബൂ ഖുബൈസ് കുന്നിൻ മുകളിൽ കയറി വിളിച്ചു. അവിടെ കയറി വിളിച്ചത് ലോകത്തുള്ള എല്ലാവരും കേൾക്കാനൊന്നുമല്ല, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ രീതി അതായിരുന്നു. അങ്ങനെ കുന്നിൽ കയറി വിളിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, മാന്യ മഹാജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ഇവിടെ വന്ന് ഹജ്ജ് ചെയ്തു കൊള്ളണം. അത് വിളിക്കേണ്ടത് അദ്ദേഹമാണ് അത് നിർമ്മിച്ചത്, അദ്ദേഹമാണ് കഅബത്തിന്റെ മുത്തവല്ലി. ഉത്തരവാദപ്പെട്ടവർ ക്ഷണിച്ചാലേ ജനങ്ങൾ പോവുള്ളൂ, അല്ലെ ജനങ്ങൾ വെറുതെ അവിടെ നിൽക്കുക, അയാളിപ്പോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ ആരാ വിളിക്കാനെന്ന് പറഞ്ഞ് ഇരിക്കും ആൾക്കാര്. അപ്പൊ മുത്തവല്ലിയോട് തന്നെ വിളിക്കാൻ അല്ലാഹു തആല പറഞ്ഞു. വിളിച്ചാൽ കേൾപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം വിളിച്ചു കൊണ്ടു. ഇത് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ മഹത്വമാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തന്റെ പ്രസംഗം
തന്റെ ഉറുതി ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർ ആരെല്ലാം കേൾക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു അവരെല്ലാവരും കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മുരീദുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അവരൊക്കെ കേൾക്കണമെന്ന് ഉദ്ദേശിച്ചു അദ്ദേഹം പ്രസംഗിച്ചാൽ വഅദ് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമായിരുന്നു. അല്ലാഹുവിൽ കുറുതി പറയുമ്പോൾ ആലത്തിൽ എല്ലാരും കേൾക്കുമാതെന്നോവർ ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്മാലൂടെയോവൻ കേൾപ്പിക്കും എന്നോവർ. ഇതൊന്നും ഓവറല്ലോ. നല്ല പെനാൽറ്റിയാ. അല്ലാഹുവിൽ കുറുതി പറയുമ്പോൾ ആലത്തിൽ എല്ലാവരും കേൾക്കുമാതെന്നോവർ എല്ലാവരും കേൾക്കും. അദ്ദേഹം ആരെല്ലാം കേൾക്കണമെന്ന് ഉദ്ദേശിക്കുന്നോ അവരെല്ലാവരും കേൾക്കും. എന്താ അതിന്റെ പ്രമാണം? ഈ പ്രമാണം മഹാനായ ഇമാം ഷൈറാനി തന്റെ തബഖാത്തുൽ ഔലിയായിൽ പറഞ്ഞ അതേ സംഭവമാണ് കവി എടുത്തു വെക്കുന്നത്. ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്മാലൂടെയോവൻ കേൾപ്പിക്കും എന്നോവർ. ഇതിലേറെ വലിയ തെളിവെന്താ വേണ്ടത്? ലോക പണ്ഡിതന്മാർ ആ തെളിവാണ് അവിടെ ഉദ്ധരിച്ചത്. അതാണ് മഹാനായ കവിയും അവിടെ ഉദ്ധരിച്ചത്. അവർ ചൊന്നാബൈത്തിന്നും തമ്പീഹ് തന്നിന്നും അങ്ങനെ സിറുൽ മാക്കിനും കണ്ടോവറ്. മഹാനായ ശൈഖ് ജീലാനിയുടെ പദ്യം തമ്പീഹുൽ പൂർണ്ണ പേര് ഞാൻ മറക്കാണ്. തമ്പീഹ് എന്നതിന്റെ തുടക്കം അതാണ് കവി പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം എഴുതിയ തമ്പീഹ്, പിന്നെ അദ്ദേഹം എഴുതിയ സിറുൽ മക്നൂൻ, റഹീഖുൽ മഖ്തൂം എന്തൊക്കെ പേരുണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കി എഴുതിയതാണ്. മൊയ്തിമാരിൽ പറഞ്ഞില്ലേ അവർ ചൊന്നാബൈത്തുന്നും ബഹജാ കിതാബിന്നും അങ്ങനെ തെക്കുവീലാതന്നിന്നും കണ്ടവർ, അതുപോലെ ഇതിലും പാടിയതാണ്, പറഞ്ഞതാണ്. ഏതാകട്ടെ ലോക പണ്ഡിതന്മാർ ഉദ്ധരിച്ച സംഭവങ്ങളാണ് ഈ മാലയിൽ കാണുന്നത്. ഇങ്ങനെയുള്ള കുറെ മാലകളാണ് പണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, സിലബസ് ഇല്ല, ഒരു കുന്തമില്ല. 400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? കുറെ ആളുകൾ രാമായണം ചൊല്ലി ഇസ്ലാം അവരുടേതായ മതങ്ങളിൽ ആകർഷിച്ചു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പദ്യങ്ങളും ഗദ്യങ്ങളുമാണ് അവരെ ഇസ്ലാമത്തിലേക്ക് ക്ഷണിച്ചത്. ഇതല്ലാതെ അന്ന് വേറൊന്നുമില്ല. കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാനെന്നേതു നിർണയം താൻ എന്ന് മറ്റുള്ളവർ പാടി അവരുടെ മതത്തിൽ ആകൃഷ്ടരായതുപോലെ ഇവിടെ അല്ലാഹ് തിരുപ്പേരും സ്തുതിയും തലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബരേ. ആ പാട്ടിന്റെ ആശയത്തിലും അതിന്റെ ശൈലിയിലും ജനങ്ങൾ ആകൃഷ്ടരായി. അങ്ങനെയാണ് ലക്ഷോ ഇത് ചരിത്ര വസ്തുതയാണ്. ഇത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ മഹാത്മാക്കളുടെ സദസ്സിൽ അക്കാലത്ത് 80,000-ലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ എഴുതി വെക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അഹമ്മദ് ഖാദിരി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പണ്ഡിതൻ എഴുതിയ ലേഖനം വിവർത്തനം ചെയ്തത് കാണാം. അതിൽ പറയുന്നു, മുഹീദ്ദീൻ ശൈഖിന്റെ സദസ്സിൽ 80,000-70,000 ആളുകൾ മിക്കവാറും ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. അന്നത്തെ കാലത്ത് 80,000 ആളുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ആ സദസ്സുകളിൽ പലപ്പോഴും മരണം സംഭവിക്കാറുണ്ട്. എന്നുവെച്ചാൽ അറ്റാക്കുള്ള ആളുകൾ ഉണ്ടാവും. അന്ന് അറ്റാക്കാണെന്നും അറിയില്ല, അറ്റാക്കോ ഇറ്റാക്കോ അതൊന്നും അന്നറിയില്ല. പക്ഷെ ആളുകൾ കാലിയാവും. കാരണം കൂടുതൽ സന്തോഷമുണ്ടായാലും ആളുകൾ മരിക്കും, കൂടുതൽ സന്താപമുണ്ടായാലും ആളുകൾ മരിക്കും. അത്രയും ആളുകൾ ഉണ്ടാവുമ്പോൾ അദ്ദേഹം നരകത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജനങ്ങൾ ഫീസായി പോകും. അദ്ദേഹം സ്വർഗത്തെ കുറിച്ച് സംസാരിച്ചാലും ജനങ്ങൾ ഫീസായി പോകും. ഇങ്ങനെ അവരുടെ വേളാലെ പലരും ചായുന്നോവാർ, പലരും ചാവുന്നോവാർ എന്നൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ വേള് കേട്ട് പലരും ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കും. അദ്ദേഹത്തിന്റെ വേള് കേൾക്കാൻ വന്ന വരുന്ന പലരും മരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, എന്തിനാണ് ഈ ചാകണ വേള് കേൾക്കാൻ പോണത്, എന്തുകൊണ്ടാണ് ഈ മരിക്കണത്, അത് നാം മനസ്സിലാക്കണ്ടേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം
അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ റൂട്ടിൽ നിന്നുകൊണ്ട് അവന്റെ ഇഷ്ടദാത്തന്മാരായ ഔലിയാക്കന്മാർ മുഖേന ഈ ലോകത്ത് അല്ലാഹു തആല സാധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പ്രവാചകന്മാരുടെ ഹൃദയത്തിന്റെ തുടർച്ചയാണ്. പ്രവാചകന്മാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ തത്തുല്യമായ ഹൃദയം വേറെയില്ല. ഔലിയാക്കന്മാർക്കും പ്രവാചകന്മാരുടെ ഹൃദയ ശക്തിയില്ല. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കൽപ്പനകൾ നേരിട്ട് അവതരിക്കുന്നത് പ്രവാചകന്മാരുടെ ഹൃദയത്തിലാണ്. അതേ രൂപത്തിൽ നേരിട്ട് ഔലിയാക്കൾ ഏത് കുത്തുബായാലും കുത്തുബുൽ അഖ്താബായാലും അതിനപ്പുറത്തായാലും അത് നേരിട്ട് ഒരു വലിയുടെ ഹൃദയത്തിൽ എത്തിപ്പോയാൽ അടിച്ച് ഫീസായി പോകും. എക്സ്ചേഞ്ച് പ്രവാചകന്മാരുടെ എക്സ്ചേഞ്ച് മുഖേന അല്ലാതെ അവർക്ക് അള്ളാഹുവിന്റെ കലാം ഉൾക്കൊള്ളാൻ സാധ്യമല്ല. സഹോദരന്മാരെ, ഞാൻ നീട്ടി പറയുന്നില്ല. ഞാൻ പറഞ്ഞതിൽ മുഖം കാണിക്കാൻ വന്നതാണ്. ഉടല് പിന്നാലെ കൂടിയതാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഉണ്ട്. അല്ലാഹു തആല അനുഗ്രഹിച്ചാൽ വീണ്ടും നമുക്ക് ബന്ധപ്പെടാം. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടായ്മ എന്നും നിലനിർത്താനും അതിൽ എന്നും പങ്കുചേരാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ 9 മാസം കൊണ്ട് ഹിഫ്ളുകൾ